മോളെ ചായ. അച്ഛൻ ഇത്ര രാവിലെ ഇതിനായിട്ട് വരേണ്ടിയില്ലായിരുന്നു. വേറെന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോ അച്ഛൻ എന്റെ അടുത്തേക്ക് വരാലോ. അത് വീണ്ടും നീ കോളേജിൽ പോയി തുടങ്ങുന്നത് അച്ഛനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളും വലുതാ മഞ്ചാടി. മോളാ കാര്യം വിളിച്ചു പറഞ്ഞപ്പോ അച്ഛന് പുനർജന്മം കിട്ടിയ ഒരു ആശ്വാസമായിരുന്നു. ജീവന്റെ അച്ഛനും അമ്മയും എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ലച്ച, അവരുകൂടി നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തേ. മകനിനി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ എന്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ജീവൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ എന്റെ ഫ്രണ്ട്സും ഇനി എന്നെ സഹായിക്കും. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നില്ലേ മോളെ? നീ ഇനി പഠിപ്പിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന അച്ഛന്റെ അഭിപ്രായം. കോളേജും ഫ്രണ്ട്സും ഒക്കെ നിന്റെ കൂടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചുയരണമെന്ന നിന്റെ ലക്ഷ്യം അവർക്കും കൂടി ബോധ്യപ്പെടണം. പിന്നെ വേറൊരു കാര്യം അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്നില്ല. പലരും പലവിധ സ്വഭാവമുള്ളവരാ. അതില് വിമർശിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അവരെ അതിജീവിക്കലാണ് പ്രധാനം. എനിക്കറിയാച്ച, ഞാൻ നോക്കിക്കോളാം. അത്ര വേഗമൊന്നും മഞ്ചാടി ഇനി തളർന്ന് പിന്മാറില്ല. എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടല്ലോ. എന്താ സംശയം? അച്ഛൻ എപ്പോഴും ഒപ്പം ഉണ്ടാവും. മോളും മനസ്സ് വച്ചാ മുന്നോട്ടു പോകാൻ വിശാലമായൊരു ലോകം ഇപ്പോഴും മോളുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. എന്റെ മോള് അത് മാത്രം ചിന്തിച്ചാ മതി. പഴയതെല്ലാം മറന്ന് പുതിയൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്കാവില്ലച്ച. ജീവന്റെ മിസ്സിങ്ങില് എനിക്കിപ്പോ സുശീലാന്റെയും ഗോകുലേട്ടനെ സംശയം. അവര് രണ്ടുപേരും എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും ഇപ്പൊ ഒത്തുകളിക്കാം. അതേക്കുറിച്ച് അച്ഛനും കൂടി ഒന്ന് അന്വേഷിക്കണം. ശരി മോളെ, അച്ഛൻ അന്വേഷിച്ചോളാം. മോളെന്ന കോളേജിലേക്ക് വയ്ക്കോ. ക്ലാസ് തുടങ്ങാൻ സമയമായില്ലേ? ചെല്ല്, പോയിട്ട് ക്ലാസ് വിളിച്ചോ. പോയിട്ടോ. മാഷേ, അവനെ മാഷിന് കാണണ്ടേ? ഇപ്പൊ വേണ്ട. കായലിൽ എന്തായാലും അവന് വേണ്ടി തെരച്ചിൽ നടക്കുക. അന്വേഷണം ആസിഫിലേക്കും വരും. അതവൻ നോക്കിക്കോളും. പെടാൻ പോകുന്നത് സുശീലാന്റി തന്നെയായിരിക്കും മാഷേ. സൂക്ഷിക്കണം, അവനൊന്നും സംഭവിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, മാഷ് എത്രയും പെട്ടെന്ന് അവനെ വന്നൊന്ന് കാണണം. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കവനെ നാട് കടത്തണ്ടേ മാഷേ? മാഷിന്റെ മോളെ നമുക്ക് രക്ഷിക്കണ്ടേ? വേണം, രക്ഷിക്കണം. എൻ്റെ മോളെ എനിക്ക് രക്ഷിക്കണം. ആ